താങ്കൾ സൂചിപ്പിച്ചതും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ കൊള്ളകളും കള്ളത്തരങ്ങളും നടന്നിട്ടുള്ളത് ഈ രണ്ട് മുന്നണിയുടെയും വ്യക്താക്കളായ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഭരിക്കുന്ന കാലത്തായിരുന്നല്ലോ. അങ്ങനെ വരുമ്പോൾ മോഷണത്തിന്റെ കാര്യത്തിൽ അനിയൻ ബാവ ആരാണ്, ചേട്ടൻ ബാവ ആരാണ് എന്നൊറ്റ സംശയം മാത്രമേ പൊതുസമൂഹത്തിനുള്ളൂ. ശ്രീ വി ആർ അനൂപ് ഇല്ല ഒരു ഉത്തരം പറയാൻ ഒക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം എന്താ പറയുന്നത്, അന്തർധാര സജീവമാണ്, അന്തർധാര സജീവമാണ്. എന്ത് അന്തർധാരയാണുള്ളത്? കേരളത്തിലെ വിശ്വാസി സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ അന്തർധാര മാത്രമേ ഉള്ളൂ. ശബരിമലയിലെ മോഷണം നടന്നിട്ടുണ്ട് എങ്കിൽ ആ മോഷണത്തിലെ പ്രതികളായിട്ടുള്ള കള്ളന്മാരെയും കൊള്ളക്കാരെയും ഈ സമൂഹത്തിലെ പൊതുമധ്യത്തിൽ എത്തിക്കുകയും അവരെ വിചാരണ ചെയ്യുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എന്തോ ഓഡിയോയുടെ പ്രശ്നം കാരണം ഒരു കാര്യം എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ആ സമയത്തേക്ക് പരസ്യം കയറി വന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കേസ് ഉണ്ടായ ഘട്ടത്തിൽ പത്മകുമാർ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം സംസ്ഥാന സമിതി അംഗമാണെന്ന് തോന്നുന്നു, CPM-ന്റെ അതോ ജില്ലാ കമ്മിറ്റി അംഗമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സംസ്ഥാന സമിതി അംഗമാണ്. ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ ശ്രീ വാസു പറഞ്ഞൊരു കാര്യവും ശ്രീ പത്മകുമാർ പറഞ്ഞൊരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. പത്മകുമാർ എന്താണ് പറഞ്ഞത്? ഞാൻ ദൈവം പോലെ കരുതിയിരുന്ന ചിലർ എന്നെ പറ്റിച്ചു, അല്ലെങ്കിൽ എനിക്ക് പണി തന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു ജില്ലാ കമ്മിറ്റി അംഗമോ സംസ്ഥാന സമിതിയോ അംഗമാണ് എങ്കിൽ അദ്ദേഹം ദൈവമായി കരുതുന്ന, അദ്ദേഹം ഒരു വിശ്വാസിയാണെന്ന് കരുതിക്കോളൂ, ദൈവമായി അദ്ദേഹം കരുതുന്ന അദ്ദേഹത്തിനേക്കാൾ മുകളിൽ റാങ്കുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹത്തിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ആളായിരിക്കുമല്ലോ ആ ദൈവമായിട്ട് തുല്യമായിട്ട് അദ്ദേഹം കരുതുന്നത്. അത് ആരിലേക്ക് എത്തും? CPM-ന്റെ സംസ്ഥാന പോളിറ്റ് ബ്യൂറോ അല്ലെ കേന്ദ്ര പോളിറ്റ് ബ്യൂറോ അംഗങ്ങളോ സംസ്ഥാന കമ്മിറ്റിയോ അംഗങ്ങളോ ഒക്കെ തന്നെയാണ് എനിക്ക് പണി തന്നിരിക്കുന്നതെന്നാണ് ബഹുമാനപ്പെട്ട പത്മകുമാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വാസുവിന് ശേഷം ഈ അന്വേഷണം കൃത്യമായി പത്മകുമാറിലേക്ക് എത്തും. പത്മകുമാറിലേക്ക് എത്തുകയാണെങ്കിൽ പത്മകുമാറിനെ 2 ദിവസം കൃത്യമായ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ, ചോദ്യം ചെയ്യുകയാണെങ്കിൽ പത്മകുമാർ ആ ദൈവങ്ങളെ പറ്റി പറയുമെന്നുള്ളത് തീർച്ചയാണ്. ശ്രീ വാസു ഒരു പഠിച്ച കള്ളനാണ്. താങ്കളുടെ ഇരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് ഒന്ന് പരിശോധിച്ചാൽ ആകെ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 വീടുകളിൽ മാത്രമാണ് അന്വേഷണം നടത്തിയിട്ടുള്ളത്. എവിടെയൊക്കെ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലും 6ാം പ്രതിയായിട്ടുള്ള മുരാരി ബാബുവിന്റെ വീട്ടിലും മാത്രമാണ് നാളിതുവരെ, അല്ല ചിലപ്പോൾ സുധീഷ് കുമാറിന്റെ വീട്ടിലും കാണും, ഈ വീടുകളിൽ മാത്രമാണ് നാളിതുവരെ റെയ്ഡ് നടന്നിട്ടുള്ളത്. ശ്രീ വാസു എന്ന് പറയുന്നത് നിയമം കൂടി പഠിച്ചൊരു കള്ളനാണ്. ജുഡീഷ്യൽ സർവീസിൽ, ക്വാസി ജുഡീഷ്യൽ സർവീസിൽ ഇരുന്നിട്ടുള്ള വിജിലൻസ് ട്രൈബ്യൂണലായി പ്രവർത്തിച്ച് നിലവിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്. എല്ലാ കള്ളത്തരങ്ങളും എല്ലാ കൊള്ളകളും അറിയാവുന്ന അദ്ദേഹത്തിന് എല്ലാ തെളിവുകളും നശിപ്പിക്കാനുള്ള കഴിവും പ്രാപ്തിയുമുണ്ട്. അദ്ദേഹം ഇത്രയും 2 മാസക്കാലത്തിനുള്ളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട സർവ്വ രേഖകളും നശിപ്പിച്ചു കാണും. സർവ്വ വേലകളും അദ്ദേഹം ഇതിനകത്ത് അവലംബിച്ചിട്ടുണ്ട്. അദ്ദേഹം ശുദ്ധനായ ഒരു മനുഷ്യനൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ കമ്മീഷണർ സ്ഥാനം ഒഴിഞ്ഞ് മാർച്ചിൽ ഞാൻ ഒഴിഞ്ഞു, അതിനുശേഷം നവംബറിലാണ് ഞാൻ പ്രസിഡന്റായി വന്നത്, അതിനിടയ്ക്കുള്ള സമയത്ത് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അയ്യോ പാവമാണ് എന്ന് അദ്ദേഹം കൈകൂപ്പി താങ്കളുടെ മാധ്യമം ഉൾപ്പെടെയുള്ള പറഞ്ഞല്ലോ. നമ്മുടെ നാട്ടിൽ പ്രത്യേക മോഷണമുണ്ട്. എന്താണെന്നറിയാവോ? യഥാർത്ഥ കാമുകനെ കെട്ടാതെ വീട്ടുകാരുടെ നിർബന്ധം മൂലം ഒരു പുരുഷനെ കല്യാണം കഴിക്കാൻ ഇടവന്നിട്ടുള്ള സ്ത്രീകളൊക്കെ ചില സമയത്ത് ഈ കാമുകനെ സഹായിക്കാൻ വേണ്ടി വീട് തുറന്നിട്ട് കൊടുത്തിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന രീതിയിൽ പുറത്തു നിൽക്കുകയും ആ സമയത്ത് ഈ കാമുകൻ കയറിയുള്ള സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയുണ്ട്. ചില കഷ്ണങ്ങൾ അങ്ങനെ ഉണ്ട്. അതേ സമാന സാഹചര്യമാണ്. കമ്മീഷണറായിരുന്ന കാലത്ത് എല്ലാ വേലകളും ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം 5-6 മാസത്തേക്ക് അദ്ദേഹം ഒന്ന് മാറി നിന്ന് കൊടുത്തു. വീണ്ടും അദ്ദേഹം വന്നപ്പോഴേക്കും എല്ലാ മോഷണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. തന്ത്രശാലിയാണ്. ആ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പറയുന്നത് എന്താണ്? ദേവസ്വത്തിൽ ഇത്രമാത്രം സ്വാധീനമുള്ള, ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ദേവസ്വം ബോർഡിലും ഈ സംസ്ഥാനത്തെ പിണറായി സർക്കാരിലും ഇത്രമാത്രം ആധിപത്യമുള്ള കൺട്രോൾ ഉള്ള ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അത് വാസുവാണ്. ആ വാസുവിനെ ഈ റിമാൻഡ് റിപ്പോർട്ട് അനുസരിച്ച് ജാമ്യത്തിൽ വിടുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ റിമാൻഡ് റിപ്പോർട്ടിന് വിരുദ്ധമായി ജാമ്യത്തിൽ വിടുകയാണെങ്കിൽ സർവ്വ രേഖകളും നശിപ്പിക്കുമെന്നും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുമെന്നും ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത്രമാത്രം പ്രബലനായിട്ടുള്ള ഒരു കള്ളനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ഈ കേസിനകത്തെ കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായ അന്വേഷണം നടത്തിക്കൊണ്ട് റെയ്ഡുകൾ നടത്താതെ വന്നുകൊണ്ട് ഈ കേസിന്റെ അന്വേഷണത്തിന് ചില പോരായ്മകളുണ്ട്. മോഷണത്തിന്റെ ഒഫൻസ് ഇട്ടിട്ടില്ല. ഈ കേസ് ശ്രീ സമ്പത്ത് സാർ സൂചിപ്പിക്കുകയുണ്ടായി. ഈ കേസ് ഉണ്ടായ കാലത്ത് ഭാരതീയ ന്യായ സംഹിത അല്ല, ഈ കാലത്ത് IPC ആയിരുന്നു. IPCയുടെ റിലവന്റ് ആയിട്ടുള്ള മോഷണത്തിന്റെയോ കൊള്ളയുടെയോ ഒരൊറ്റ സെക്ഷൻ പോലും ഇടാതെ ഇതിനകത്ത് പഴുതുണ്ടാക്കിയിട്ട് അവസാനം പറഞ്ഞിട്ടുണ്ട് ഇവര് മോഷ്ടിച്ചിട്ടുണ്ട് എന്ന്. എന്തുകൊണ്ട് മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ FIR-നകത്ത് മോഷണത്തിന്റെ IPC 379